നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും ഇടതിനെ തുണയ്ക്കുമോ അതോ വലതുപക്ഷത്തേക്ക് ചായുമോ? ജൻസികളുടെ മനസ്സ് ആർക്കൊപ്പമെന്നറിയാം. മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും ലക്ഷ്മി പ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പോൾ ജെൻസി വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ള അവരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടു നോക്കാം. 10 വർഷമായിട്ട് LDF ഭരിക്കട്ടെ. അപ്പോൾ എന്താ തോന്നുന്നത്? ഭരണം മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. മാറ്റം ഷുവറായിട്ടുണ്ടാവും. ബിക്കോസ് എല്ലാവർക്കും പിണറായി സർക്കാരിൻ്റെ ഭരണം ചടച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും പിണറായി സർക്കാരിന് വരും. ഇപ്പോൾ 35 വയസ്സായ സ്ത്രീകൾക്ക് പെൻഷൻ കൊണ്ടുവന്ന് അപ്പോൾ എൻ്റെ ഉമ്മയ്ക്കും കിട്ടുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നൊന്നും പറയാൻ പറ്റൂല. മൂന്നാമതും വരും. 10 നിങ്ങളെ MLAക്ക് എത്ര മാർക്ക് ഉണ്ടാവും? ഭരണ തുടർച്ച ഉണ്ടാവും. ഇനിയൊരു ഭരണ തുടർച്ച ഉണ്ടാകില്ല. ഭരണം മാറണം, അത്രേ ഉള്ളൂ. എല്ലാ മേഖലയിലും ഇപ്പം ഏതൊക്കെ മുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ എല്ലാ രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. LDFൻ്റെ ഭരണത്തിന് കീഴിൽ ഒരുപാട് ഇതായിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു പാർട്ടി കയറുകയാണെന്നുണ്ടെങ്കിലും അവർ അവരെ കാര്യമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേമാതിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റേ പാർട്ടിക്കാർക്ക് എടുത്തു വരേണ്ട പല മോശം കാര്യങ്ങളുണ്ടാവും. അല്ല, ഇനിയിപ്പോൾ UDF വരുമോ? UDF വരാൻ 50% ഉള്ളൂ. ഇപ്പോൾ മന്ത്രിമാർ 2 പേരെ കണ്ടു. കുറച്ചുകൂടെ വികസനം കോഴിക്കോട് ജില്ലയിൽ വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ ആണെങ്കിലും ലൈഫ് മിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അങ്ങനത്തെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി മാറില്ല, അത് മാറാൻ പറ്റില്ല. ഇപ്പോൾ UDF വന്നാൽ അവരെന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അപ്പം ആര് വന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് മാറി നിന്നിട്ട് കുറച്ചുകൂടെ യുവതലമുറയ്ക്ക് യങ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് വരുമല്ലോ. പാരമ്പര്യം അനുസരിച്ച് വരണമെന്നില്ല. പൊളിറ്റിക്സിനെ പറ്റി അറിയുന്ന കൂടുതൽ ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റുന്നവർ വരട്ടെ എന്നാണ്. പിണറായി സർക്കാർ വന്നിട്ട് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. LDF തന്നെ വന്നാൽ നന്നാവും തോന്നുന്നുണ്ട്. കുറച്ചുകൂടി മാറ്റങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവരെന്നെ ഒരു പരിപാടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി തന്നെയല്ലേ, ഒരു ഇതില്ലല്ലോ. പിന്നെ ഒരു ഭരണത്തിൽ വന്നാലും അതെ, അങ്ങനെയായിരിക്കുമല്ലോ. നമ്മളിവിടുന്ന് ഓരോ പരിപാടി കാണല്ലേ, അപ്പോൾ അതന്നെയായിരിക്കില്ല ഇനിയിപ്പോൾ ഭരണത്തിൽ വന്നാൽ. ഇടയ്ക്കൊന്ന് ഭരണം മാറണേ നല്ലതാണല്ലോ. ഉദ്ദേശിക്കുമ്പോൾ ചേഞ്ച് ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. LDF വരരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് ഓക്കെയാണ്. ആരോഗ്യമന്ത്രിയും പ്രശ്നമാണല്ലോ. LDF വരണം, അല്ലെങ്കിൽ ജനങ്ങളെ അടിത്തട്ടിലുള്ള ക്ഷേമം പോലും നിലയ്ക്കുന്നൊരു സ്ഥിതിയല്ലേ. പലതും നടക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പം അതുപോലെ തന്നെ പല സെക്ടേഴ്സിലും വിവിധ മാറ്റങ്ങൾ വരുമ്പം ഇപ്പം വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവാണല്ലോ. അപ്പോൾ അതൊക്കെ ഹൈലൈറ്റ് ചെയ്യുമ്പം വികസനം നല്ലതല്ലേ. ഇനി മറ്റൊരു കോളേജിൽ നിന്ന് വീണ്ടും കാണാം.